എന്താ നിങ്ങൾ വിചാരിക്കാൻ ഞാൻ പറയാൻ പോണത്? അല്ല, ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്, ഞങ്ങൾ ജയിക്കണം എന്നാണ്. യാ ഷുവർ. അപ്പോൾ നല്ല പ്രതീക്ഷയാണ്. നോക്കൂ, എല്ലാവരും പറയുന്നു, ഞാൻ എക്സിറ്റ് പോൾസ് വലിയൊരു വിശ്വാസി അല്ലെങ്കിലും എല്ലാ എക്സിറ്റ് പോളും പറയുന്നു, ഇതിൽ ഒരു വിവാദവും തർക്കമൊന്നും കാണാത്തൊരു സ്ഥിതിയാണത്. എല്ലാവരും പറയണത് UDFന്റെ വിജയം തന്നെ ആയിരിക്കും. അപ്പം ഞാനും ജബിയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വരുമ്പോൾ ഞങ്ങൾ നാളെ KPCCയിൽ ഒരു വിജയം ആഘോഷിക്കാനാണ് എത്തിയിരിക്കുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളുടെ രീതി എന്താണ്. വിജയം കഴിഞ്ഞ ശേഷം ജയിച്ച MLAമാരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച ശേഷം ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അതൊക്കെ ഇപ്പോൾ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? I don't give personal opinions at this particular time on this particular subject. No, I think again, exit polls in our country have lots of problems. So I don't want to particularly rely on them, but they have all agreed with each other, which is amazing. Unanimous conclusion. And also, frankly, all the experts, the journalists, the observers, political analysts from various parties whom I have spoken to since the 4th of April, they're all unanimous that this is going to be a UDF win. So it would be an astonishing result if it were not that kind of win. So I think we're here to see what comes in tomorrow morning, but I'm expecting by mid-morning it will be a very clear and convincing narrative in our favor. എല്ലാവരും കൂടി ഒരുമിച്ച് അധികാരത്തിലെത്തുമെന്നുള്ളതാണ് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നത്. അങ്ങയുടെ വിശ്വാസം അങ്ങനെ തന്നെ വിജയിച്ചു വന്ന MLAമാരിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുക. ആ വിഷയം കൂടി എനിക്ക് പറയാൻ അറിയില്ല, കാരണം ഞാനല്ല തീരുമാനം എടുക്കാൻ പോണത്. ഞാൻ പറയാം, ജയിച്ച MLAമാരെ എല്ലാവരും കണ്ട് അവരുടെ അഭിപ്രായം അറിയണമെന്നാണ് ഞങ്ങളുടെ സാധാരണ പ്രാക്ടീസ്. അത് ഒരു പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുമ്പോഴും ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കുമ്പോഴും അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും. പക്ഷെ അവസാനത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഡൽഹിയിലത്തെ ഹൈക്കമാൻഡാണ് തീരുമാനം അവസാനത്തെ എടുക്കാൻ പോകുന്നത്. Look, I know exactly what you're trying to get me to say. I'm not saying any of that. The answer is very clear. We have a standard practice in the Congress Party. After the election results, the victorious MLAs will be met by an envoy or representative of the president of the party. That person will get the sense of what the MLAs want. He or she will go back to Delhi, speak to the High Command, and the High Command, taking that into account, will make a final decision. Thereafter, they are not bound by any rules or limits. They can choose anything that they want. It's up to them to decide. Yeah. ഇല്ല, ഞാൻ കേട്ടു ഇങ്ങനെയൊക്കെ ചില വിവാദങ്ങൾ ആൾക്കാരുണ്ടാക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഈ രാജ്യത്തിൽ നമ്മുടെ ശത്രുക്കളല്ല, നമ്മുടെ എതിരാളികളാണ്. ഇത് ഈ വ്യത്യാസം മനസ്സിലാക്കണം. ഒരു BJP നേതാവിൻ്റെ വീട്ടിൽ പോകണതോ സംസാരിക്കുന്നതോ, അല്ലെങ്കിൽ ഒരു കടാക്ഷൻ്റെ വീട്ടിൽ പോകണോ സംസാരിക്കുന്നതോ, അത് വലിയൊരു പാപമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്കും മറ്റേ പാർട്ടികളുടെ ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ അതുപോലെ അവരുടെ സ്വീകരണം അതെനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാനും സാധിക്കില്ല. ഞാൻ പറയുന്നത് വെറും ഈ ഒരു വാചകം താങ്കൾ പറഞ്ഞത്, ഒരാളുടെ വീട്ടിൽ പോയി എന്ന് പറയുന്നത്, ഞാനത് വലിയൊരു തെറ്റായി കാണുന്നില്ല. Yeah, so I would agree that the most important story that will come out of this from tomorrow is that it will be the first time that the LDF is not in power anywhere in the country. When we won in 2011, at that time the LDF lost both Kerala and Bengal, but they were still in power in Tripura. This time, and since 2011, of course, they've been in power in Kerala from 2016. But this time they will not be in power anywhere in India, and that will be a major development in our country. Again, it's too early to say all this. We have to wait for the results to come. But I think that's something that is a fairly historic moment in our domestic democratic politics. All I'm saying is, at the moment, we are coming with expectations, but we are going to see what the vote count reveals. आप कलकत्ता से आ रहे हैं सर, वहाँ पे क्या सेंस आपको मिला है, क्योंकि वहाँ भी सबकी नजरें हैं? वहाँ सबकी नजरें हैं, और मेरे ख्याल में वहाँ शायद लोगों के मन में कुछ भी हो सकता है, इस किस्म के सोच है लोगों के मन में. अब वहाँ केरला के जैसे नहीं है, वहाँ सारे एग्जिट पोल्स में बहुत सारे कन्फ्यूजन पैदा हो चुका है. और आपको ये भी मालूम है कि एक एग्जिट पोलस्टर ने
स्पष्ट कहा जनता के सामने कि भारत में अगर आप देखते हैं एग्जिट पोल में आप लोग को आके जाके पूछते हैं कि आप किसको वोट दिया, करीब 10% लोग जवाब नहीं देना चाहते हैं। बंगाल में 60% लोग जवाब नहीं देना चाहते थे। तो इस हाल में एग्जिट पोल्स का क्या वैल्यू है आप ही सोचिए। आपको क्या लगता है वहां से आप लौट रहे हैं तो आपने क्या सेंस? नहीं, मेरा सेंस है कि ममता जी ही जीतेगी, लेकिन शायद पिछले बार के जैसे शायद इतना बड़ी मेजोरिटी नहीं होगी उनकी। लेकिन ये सब देखिए, लोगों से बात करके आप जो समझ सकते हैं वो एक चीज़ है, और कल की गिनती के बाद जो कुछ आएंगे वो तो अलग बात है। तो मेरे ख्याल में यहाँ सारे लोग की राय, मतलब अगर आप सोच लीजिए एग्जिट पोल्स, आप सोच लीजिए जर्नलिस्ट एनालिसिस, आप सोच लीजिए कि जो पॉलिटिकल कमेंटेटर्स कह रहे हैं, जो दूसरी राजनीतिक पार्टियों के जो एक्सपर्ट्स हैं, सबसे बात कीजिए तो केरल पे एक ही जवाब आपको मिलेगा कि यूडीएफ की विजय होने वाले हैं। लेकिन बाकी जगह में मेरे ख्याल में बात ये है, ഇല്ല ആ ചർച്ച ഞങ്ങൾ ആരംഭിച്ചിട്ടേ ഇല്ല. ആ ചർച്ച നിങ്ങളുടെ മാധ്യമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. നോക്കട്ടെ, ഈ നാളെ കഴിഞ്ഞാൽ ചർച്ച തുടങ്ങേണ്ടി വരും. നമ്മുടെ വിജയം തന്നെ ആയിരിക്കുകയാണെങ്കിൽ പിന്നെ ആ തീരുമാനം എടുക്കണ്ടേ? അപ്പോൾ നോക്കാം. പറയും. कांग्रेस कल के बाद देखेंगे, मैं तो हूं यहाँ. Listen, I've already answered this question. Thank you all very much.